നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട ഒരു അവധിക്ക് ശേഷം വീണ്ടും ഇതാ ഒരു അവധിയുടെ വാർത്ത എത്തുകയാണ്. ഹിജ്റ പുതുവർഷാരംഭത്തിന്റെ ഭാഗമായി ഷാർജയിൽ 4 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുമേഖലാ ജീവനക്കാർക്കുള്ള അവധിയാണ് ഹ്യൂമൻ റിസോഴ്സ് വകുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 20-ന് ഹിജ്റ പുതുവത്സര അവധി ആരംഭിക്കും. 24 മുതൽ പ്രവൃത്തി ദിവസം പുനരാരംഭിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഷാർജ സർക്കാർ വകുപ്പുകൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ 3 ദിവസത്തെ വാരാന്ത്യ അവധിയിലേക്ക് മാറിയിരുന്നു. ജീവനക്കാർക്ക് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഈ അവധി നൽകുന്നത്. അതുകൊണ്ട് വ്യാഴാഴ്ച ഹിജ്റ പുതുവത്സര അവധി പ്രഖ്യാപിച്ചതോടെ ജീവനക്കാർക്ക് 4 ദിവസത്തെ വാരാന്ത്യം ലഭിക്കും. ഷാർജയിലെ സ്വകാര്യ മേഖലയുടെ അവധി വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം മറ്റ് എമിറേറ്റുകളിൽ ജൂലൈ 21-നാണ് പൊതു സ്വകാര്യ മേഖലകൾക്ക് ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ അവധിയാണ് കുവൈറ്റിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുവൈറ്റിലും ഒമാനിലും ജൂലൈ 19-നാണ് പൊതു അവധിയുള്ളത്. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ വർഷത്തെ ബലി പെരുന്നാൾ ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നു. സൗദി മാനവ വിഭാഗ ശേഷി വകുപ്പാണ് അന്ന് അവധി പ്രഖ്യാപിച്ചത്. സാമൂഹിക വികസന മന്ത്രാലയവുമാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത്. സ്വകാര്യ നോൺ പ്രോഫിറ്റ് മേഖലയിലെ തൊഴിലാളികൾക്ക് 4 ദിവസത്തെ പെരുന്നാൾ അവധിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് അവധി പ്രഖ്യാപിക്കുകയും അത് അവധി ആഘോഷിക്കുകയും ഒക്കെ ചെയ്തത്. ജൂൺ 27 മുതൽ 30 വരെ ആയിരുന്നു അന്ന് ജീവനക്കാർക്ക് അവധി നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഈ ജൂൺ 30 വാരാന്ത്യ അവധി ആയതിനാൽ അതിന് പകരം മറ്റൊരു ദിവസം അവധി നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തൊഴിലാളികൾക്കടക്കം ഈ തീരുമാനം ഉണ്ടാകും. പൊതുമേഖലാ ജീവനക്കാർക്ക് വാരാന്ത്യ അവധി അടക്കം 2 ആഴ്ചയോളം പെരുന്നാൾ അവധി ഒക്കെ തന്നെ ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു അവധി വരുന്നത്. അതേസമയം സ്വകാര്യ നോൺ പ്രോഫിറ്റ് മേഖലയിലെ തൊഴിലാളികൾക്ക് അറഫ ദിനം മുതൽ ദുൽഹജ് 12 വരെയുള്ള 4 ദിവസത്തെ അവധിയായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നത്. എന്തായാലും ഈ അവധികളൊക്കെ തന്നെ വരും ദിവസങ്ങളിലുണ്ട്. പ്രഖ്യാപനം കഴിഞ്ഞു. ഇനി മറ്റിടങ്ങളിലുള്ള അവധി പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അവധി ആഘോഷിക്കുക, പൂർണ്ണ സന്തോഷത്തോടു കൂടി തന്നെ അവധി ആഘോഷിക്കുക. ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ് എന്നതുകൂടിയാണ് ഇവിടുത്തെ പ്രത്യേകത.